ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ ഈ ഫിഫ്ത്ത് സെമസ്റ്റർ ഇൻകം ടാക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്റ്റ് ഡു ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചാപ്റ്റർ 1 നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചാപ്റ്റർ 2 അതുപോലെ ഇൻകം ഫ്രം സാലറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ഫ്രം സാലറിയിൽ വരുന്ന മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യം ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസും നമുക്കറിയാം. ഇതിൻ്റെ രീതി എന്താണ്? എംപ്ലോയിയുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസിന് എങ്ങനെയാണ് എക്സംഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കുട്ടിക്ക് 100 രൂപ ഒരു മാസം വെച്ചിട്ട് മാക്സിമം 2 കുട്ടികൾക്കാണ് കിട്ടുക. അപ്പോൾ എക്സംഷൻ എത്ര കിട്ടും? പെർ മന്ത് 200 മാക്സിമം കിട്ടും. വർഷത്തിൽ വരുമ്പോൾ 2400 കിട്ടും. അത്രേ ഉള്ളൂ. ഇനി അത് ഹോസ്റ്റൽ അലവൻസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ 100 രൂപ ഒരു മാസമാണെങ്കിൽ ഇവിടെ ഹോസ്റ്റലാണെങ്കിൽ 300 രൂപ പെർ മന്ത് വരും. അതേപോലെ തന്നെ അതും 2 കുട്ടികൾക്കേ വരുള്ളൂ. അപ്പോൾ ഒരു മാസം 600 രൂപ കിട്ടും. വർഷമാവുമ്പോൾ എത്ര കിട്ടും? 7200 കിട്ടും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റുകൾ കാണാനാണ്. ടാക്സ് ഫ്രീ പെർക്വിസിറ്റിൽ ഇവിടെ തന്നതാണ്. ഒന്ന്, മെഡിക്കൽ ഫെസിലിറ്റി ഗവൺമെൻറ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. പിന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. പിന്നെ റിഫ്രഷ്മെൻറ്റ് ഓഫീസ് അവേഴ്സിൽ റിഫ്രഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. പിന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എംപ്ലോയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്നിട്ട് അത് അപ്പോൾ അവിടെ എങ്ങനെയാണത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആവുക? അതിൻ്റെ കോസ്റ്റ് 1000-ൽ കൂടുതൽ പെർ ചൈൽഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരുള്ളൂ. ഇങ്ങനെ ഒരുപാടുണ്ട്. മിനിമം 2 കുറച്ച് പഠിച്ചു വെക്കുക. ഇത് അടുത്തത് ഹൂ ഈസ് സ്പെസിഫൈഡ് എംപ്ലോയി എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ഇതാണ്. ഒരാൾ ഡയറക്ടർ ഓഫ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. പിന്നെ ഒരു എംപ്ലോയിക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അയാൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 20% അതിൽ കൂടുതലോ ഇക്വിറ്റി ഷെയർ അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ. പിന്നെ വർഷത്തിൽ 50,000 രൂപയ്ക്ക് മുകളിൽ സാലറി വാങ്ങുന്ന ആളുണ്ടെങ്കിൽ അയാളും ആ കമ്പനിയിലെ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. ഇനി പിന്നെ ഞാൻ ആരാ എംപ്ലോയി അല്ലാത്തതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ. പിന്നെ നമ്മുടെ ഡിഡക്ഷൻസ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? ഇൻകം ടാക്സിൽ നിന്ന് നമുക്ക് ഗ്രോസ് ടോട്ടൽ സാലറിയിൽ നിന്ന് കിട്ടുന്ന ഡിഡക്ഷൻസ് ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്, പക്ഷേ ഇത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൊഫഷണൽ ടാക്സ്. ഇതിൻ്റെ ഡിഡക്ഷൻ എങ്ങനെ കിട്ടുക? ഒന്ന് 20% ഓഫ് ബേസിക് പേ, രണ്ടാമത്തത് 5000 രൂപ, മൂന്നാമത്തത് ആക്ച്വൽ എമൗണ്ട്. ഇതിലേതാണോ കുറവ്, ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്ര കിട്ടിയത് അതിലേതാണോ കുറവ് അതാണ് എക്സംഷൻ ഡിഡക്ഷൻ കിട്ടുക. പിന്നെ ഗ്രാറ്റുവിറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് എംപ്ലോയിക്ക് എങ്ങനെ ടാക്സ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി ഗവൺമെൻറ് എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് ലോങ് സർവീസ് കൊടുത്തതിന് റിവാർഡായി കിട്ടുന്ന എമൗണ്ടിനാണ്. അത് ഇറങ്ങുന്ന സമയത്ത് ലംസമായിട്ടാണ് കിട്ടുക റിട്ടയർമെൻറ്റ് സമയത്ത്. അതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി മറ്റൊന്ന്, ഫുള്ളി എക്സംപ്റ്റ് ആയിട്ട് 2 അലവൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് അലവൻസ് ഉണ്ട്. ഞാനിതാ ഇവിടെ എടുത്തത് ഫോറിൻ അലവൻസ്. നമ്മുടെ അംബാസഡർമാർക്കൊക്കെ കൊടുക്കുന്ന ഫോറിൻ അലവൻസ് ഫുള്ളി എക്സംപ്റ്റ് ആണ്. പിന്നെ ഹൈക്കോടതി ജഡ്ജിമാർക്കും സുപ്രീം കോടതി ജഡ്ജിമാർക്കും ഒരു സംച്വറി അലവൻസ് എന്ന് പറഞ്ഞിട്ടൊരു അലവൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പബ്ലിക്കിലൊന്നും ഇറങ്ങാൻ പറ്റൂല, പബ്ലിക്കിലുള്ള ഫംഗ്ഷനൊന്നും പങ്കെടുക്കാൻ പറ്റൂല. അങ്ങനെ പങ്കെടുക്കാതിരിക്കുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നതിന് അവർക്ക് കൊടുക്കുന്ന ഒരു അലവൻസാണ് സംച്വറി അലവൻസ് എന്ന് പറഞ്ഞിട്ട് പറയാറുള്ളത്. അത് എക്സംപ്റ്റഡ് ആണ്. ഇനിയുണ്ട് 2-3 നിങ്ങൾ നോക്കിയാൽ മതി. HR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. HR 3 എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ടാണ് എക്സംപ്ഷൻ ഉണ്ടാവുക. ഒന്ന് ആക്ച്വൽ HR എത്ര കിട്ടിയത് അത്, രണ്ടാമത്തത് 50% ഓഫ് സാലറി അല്ലെങ്കിൽ 40% ഓഫ് സാലറി. 50% ഓഫ് സാലറി മെട്രോ സിറ്റിയിലാണ്, 40% ഓഫ് സാലറി നോൺ മെട്രോ സിറ്റിയാണ്. പക്ഷേ ഈ മെട്രോ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിയൊന്നുമില്ല, ആകെ ഉള്ളത് 3 നഗരങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. ഇങ്ങനെയാണ്. ഇതെങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കാൻ സിമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത നഗരമാണല്ലേ ചെന്നൈ. ആ ചെന്നൈ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ തലസ്ഥാനമാണ്. ആ ചെന്നൈ ഭരിക്കുന്നത് ആരാ?
ചെന്നൈ ഭരിക്കുന്ന ആരാ? DMK ആണ്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്ന് നമ്മൾ ആലോചിക്കുക, അവരുടെ ടീമൊക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും, ദ്രാവിഡ മുന്നേറ്റ കഴകം അങ്ങനെ എന്തൊക്കെയാണ്. ഓക്കെ, നമ്മളത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി റെൻറ്റ് പെയ്ഡ് -10% ഓഫ് സാലറി. റെൻറ്റ് പേ ചെയ്തതിൽ നിന്നും സാലറി എന്ത് ചെയ്യുക, 10% സാലറി ഓർക്കുക. എന്നിട്ട് എത്ര കിട്ടുന്നത് നോക്കുക. HR നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴല്ലേ ഹൗസ് റെൻറ്റ് അലവൻസ് കിട്ടുക. കിട്ടലെങ്ങനെയാവട്ടെ, എക്സംഷൻ കിട്ടണമെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കണം. അതുകൊണ്ടാണ് റെൻറ്റ് പെയ്ഡ് -10% ഓഫ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്താണെന്നുള്ളതാണ്. നമ്മുടെ പെൻഷൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? പെൻഷൻ നമുക്ക് മന്ത്ലി പെൻഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ലംസമായിട്ട് പെൻഷൻ കിട്ടും. മന്ത്ലി പെൻഷൻ കിട്ടുകയാണെങ്കിൽ അതിന് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ് പറയുക. എന്നാൽ ലംസമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫുൾ പെൻഷനും നമുക്ക് ഒന്നിച്ച് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെ ഫുൾ പെൻഷനോ പാർട്ട് പെൻഷനോ നമുക്കൊരു ബൾക്ക് എമൗണ്ട് വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലംസം എമൗണ്ട് നമ്മൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ റിസീവിങ് ലംസം എമൗണ്ട് ഓഫ് പെൻഷൻ, ഇതിനാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുക. ഓക്കെ, ഇതിലെങ്ങനെ ഇതിൻ്റെ ടാക്സബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിൽ അങ്ങനെ ലംസം വാങ്ങിയാൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അത് പാർട്ട്ലി എക്സംപ്റ്റ് ആണ്. എങ്ങനെ പാർട്ട്ലി എക്സംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് കുറഞ്ഞ എക്സംപ്ഷനേ കിട്ടുള്ളൂ. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി അധികം എക്സംപ്ഷൻ കിട്ടും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൻഷൻ ഫണ്ട് കാണുക, അതിൻ്റെ 1/3 3/1 എക്സംപ്ഷൻ കിട്ടുള്ളൂ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത ആൾക്ക്. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത ആൾക്ക് പെൻഷൻ ഫണ്ട് എടുക്കുക. പെൻഷൻ ഫണ്ടിൻ്റെ PF എന്നല്ല കേട്ടോ, പെൻഷൻ ഫണ്ട്, അപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടാണ്, ഞാൻ ജസ്റ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞു, ഇതിവിടെ സിമ്പിളായി എഴുതിയ. അതിൻ്റെ 2/3 എക്സംപ്ഷൻ കിട്ടും. ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് താഴെ വരുന്നുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയി പറയാം. ഇനി HRA കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. HRA കാൽക്കുലേഷൻ നോക്കാം. രവി 72,000 രൂപ അയാൾക്ക് ബേസിക് പേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിയർനെസ് പേ 6,000 കിട്ടുന്നുണ്ട്. 8,000 രൂപ ഡിയർനെസ് അലവൻസും കിട്ടുന്നുണ്ട്. ഡിയർനെസ് പേയും ഡിയർനെസ് അലവൻസും ഏകദേശമൊക്കെ ഒന്നാണ്, ചെറിയ മാറ്റമുണ്ട്, അത് ഞാൻ പറയാം, അത് പിന്നെ പറയാം, അല്ല ഇതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. പിന്നെ ആൻഡ് ₹20,000 ആസ് ഫിക്സഡ് കമ്മീഷൻ, അതായത് ടേൺ ഓവർ സെയിൽസിനെ ബേസ് ചെയ്ത കമ്മീഷൻ അല്ല, ഫിക്സഡ് ആയിട്ടൊരു കമ്മീഷൻ 20,000 കിട്ടുന്നുണ്ട് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. എന്നിട്ട് ഇയാൾക്ക് HRA റിസീവ് ചെയ്ത 30,000 രൂപയാണ്. അതുപോലെ തന്നെ റെൻറ്റ് കൊടുത്ത 36,000 എന്നിട്ട് ഇയാളുടെ എക്സംപ്റ്റഡ് HRA കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എക്സംപ്റ്റഡ് HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആദ്യം നമ്മൾ ആക്ച്വൽ HRA റിസീവ് ചെയ്തത് കാണണം. അത് നമ്മുടെ അടുത്തുണ്ട് 30,000 രൂപയാണ്. രണ്ടാമത്തത് 40% ഓഫ് സാലറിയാണ്. അപ്പോൾ ഇതിന് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് പേ, ഡിയർനെസ് അലവൻസ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ. ഓക്കെ, അതിൽ ഈ DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിയർനെസ് പേ എന്ന് പറയുന്നത്. ഡിയർനെസ് പേ ചിലപ്പം ക്വസ്റ്റ്യനിൽ DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഡിയർനെസ് പേ എന്നുണ്ടാവും. അപ്പോൾ DA എന്ന് മാത്രം തന്നാൽ നിങ്ങൾ ഒരിക്കലും ഈ ഡിയർനെസ് പേയോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റോ ഒന്നും ചിന്തിക്കരുത്. DA റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് കൃത്യമായി തന്നാൽ, ഒന്നെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നോ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നോ തന്നാൽ മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡിയർനെസ് പേ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തുകൊണ്ടു, അവിടെ വിഷയമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സാലറി ഏതാണെന്ന് കാണണം. ബേസിക് വേണം 72,000 രൂപ പ്ലസ് ഡിയർനെസ് പേ വേണം എത്ര? 6,000 രൂപ. പിന്നെ കമ്മീഷൻ, ഈ ഡിയർനെസ് അലവൻസ് എടുക്കൂല. കാരണം എന്താ? ഡിയർനെസ് അലവൻസ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് തന്നാൽ മാത്രമേ എടുക്കുള്ളൂ. ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഡിയർനെസ് അലവൻസിനെയാണ് നമ്മൾ ഡിയർനെസ് പേ എന്ന് എന്തെയ്യുന്നത് പറഞ്ഞാൽ 6,000 നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കമ്മീഷൻ എന്താ എടുക്കാത്തത്? അത് സെയിൽസിൻ്റെ ബേസിലുള്ള കമ്മീഷനല്ല, അതൊരു ഫിക്സഡ് എമൗണ്ട് കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ അത് എടുക്കൂല. അപ്പോൾ നമുക്ക് 78,000 രൂപയാണ് സാലറി ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ 40% എന്ന് പറയുമ്പോൾ 78 കേട്ടോ. ഇത് ഒരു മിനിറ്റ്, ഇത് ഞാൻ മാറ്റിയ PDF അല്ല തുറന്നത്, അതാണ് പ്രശ്നം. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തായിരുന്നു, അപ്പോൾ അതിൽ ചെറിയ മിസ്സിങ് ഉണ്ടായിട്ട് പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അതിലേക്ക് വന്നിട്ടില്ല. ഒന്നോ നോക്കട്ടെ, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വരുന്നതാന്ന് വിശ്വാസം, അത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, മാറ്റിയതാണിത്.
ഓക്കെ. അപ്പോൾ 78,000 നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. 78,000 സാലറി എന്ന് പറയാം. ഈ 78,000ൻ്റെ 40% 31,200. പിന്നെ HR ഓൾറെഡി തന്ന 30,000. അതുപോലെ തന്നെ പിന്നെ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി അല്ലേ. റെൻറ്റ് പേ ചെയ്ത് എത്ര ക്വസ്റ്റിൽ തന്നു 36,000 രൂപ. അപ്പോൾ 36,000 മൈനസ് 7,800. 36,000 78,000ൻ്റെ 10% കുറക്കുക. അപ്പോൾ എത്ര വരും, 7,800. അങ്ങനെ 28,200. ഇതിൽ ഏറ്റവും കുറവാണ് എക്സംഷൻ. എക്സംഷൻ ചോദിച്ചാൽ എക്സംഷൻ ഇവിടെ ഇതാ 28,200. ടാക്സബിൾ ചോദിച്ചു കഴിഞ്ഞാൽ 30,000 നിന്ന് 28,200 കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി 1,800. ഈ 30,000 എന്താ ആക്ച്വലി കിട്ടിയ എമൗണ്ടായി. ഈ കിട്ടിയ എമൗണ്ടിൽ നിന്നല്ല എക്സംഷൻ കിട്ടുക. അപ്പോൾ 30,000 നിന്ന് 28,100 കുറച്ചിട്ട് എക്സംഷൻ. ഇനി എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും കുറവാണ് എക്സംഷൻ കിട്ടുക. ഇനി ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് തൽക്കാലം പെൻഷൻ കാൽക്കുലേഷനും ഉണ്ട്. ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഗ്രാറ്റുവിറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഗ്രാറ്റുവിറ്റീൻ്റെ തിയറി വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് പറയാം, അതിനൊന്നും നോട്ട് വരുന്നില്ല. ഓക്കെ, അടുത്ത ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഗ്രാറ്റുവിറ്റി 5 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ essay വേറെ ഉണ്ട്. 2 essay ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് അടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്യുക. സാലറി കുറേ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്തത്. എല്ലാം സെറ്റാണ്. നമുക്ക് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് റെഡിയാക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ. ഓക്കെ.